എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ആവാസ് പ്ലസ് 2024 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഭവന പദ്ധതിക്കായുള്ള സെൽഫ് സർവേ എങ്ങനെ പൂർത്തിയാക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കുക. സെർച്ച് ബാറിൽ ആവാസ് പ്ലസ് 2024 എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് കണ്ടെത്തുക. ആവാസ് പ്ലസ് 2024 എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആവാസ് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് തുറക്കുന്നതിന് മുൻപായി നിങ്ങൾ മറ്റൊരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൽ തിരികെ പോയി ആധാർ ഫേസ് RD എന്ന് സെർച്ച് ചെയ്യുക. ആധാർ ഫേസ് RD എന്ന് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ മുഖം ഉപയോഗിച്ച് ആധാർ ഓതന്റിഫിക്കേഷൻ നടത്തുന്നതിന് ഈ ആപ്പ് അത്യാവശ്യമാണ്. രണ്ട് ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരിക. ഇനി ആവാസ് പ്ലസ് 2024 ആപ്പ് തുറക്കുക. ആപ്പ് തുറക്കുമ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ സ്വന്തമായി സർവേ ചെയ്യുന്നത് കൊണ്ട് സെൽഫ് സർവേ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത ശേഷം ഓതന്റിക്കേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആധാർ ഫേസ് RD ആപ്പ് തുറന്നു വരും. സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. മുഖം വ്യക്തമായി കാണുന്ന രീതിയിൽ നല്ല വെളിച്ചത്തിൽ ഫോൺ പിടിക്കുക. കണ്ണട ഉപയോഗിക്കുന്നവർ അത് ഊരി മാറ്റുക. സ്ക്രീനിലെ വൃത്തത്തിനുള്ളിൽ മുഖം വരുന്ന രീതിയിൽ പിടിച്ച് ആവശ്യപ്പെടുമ്പോൾ കണ്ണ് ചിമ്മുക. നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാകും. വെരിഫിക്കേഷൻ വിജയകരമായാൽ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും അടങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ വരും. അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഈ ആപ്പിലേക്ക് പിന്നീട് ലോഗിൻ ചെയ്യുന്നതിനായി നിങ്ങൾ ഒരു 4 അക്ക പിൻ നമ്പർ സ്വയം ക്രിയേറ്റ് ചെയ്യണം. ഇഷ്ടമുള്ള 4 അക്ക നമ്പർ ആദ്യത്തെ കോളത്തിൽ നൽകുക. അതേ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ നൽകി കൺഫേം ചെയ്യുക. ശേഷം ക്രിയേറ്റ് പിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ പിൻ നമ്പർ ഉപയോഗിച്ച് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, പഞ്ചായത്ത്, വില്ലേജ് എന്നിവ കൃത്യമായി തിരഞ്ഞെടുക്കുക. ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആപ്പിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ചില പെർമിഷനുകൾ നൽകാൻ ആവശ്യപ്പെടും. അവയനുസരിച്ച് അലൗ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആപ്പിന്റെ പ്രധാന മെനുവിൽ എത്തിയിരിക്കുന്നു. ഇവിടെ സർവേ ആരംഭിക്കുന്നതിനായി ആഡ് ഓർ എഡിറ്റ് സർവേ എന്ന മഞ്ഞ നിറത്തിലുള്ള ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഭാഗത്ത് നിങ്ങളുടെയും കുടുംബത്തിന്റെയും വിശദ വിവരങ്ങൾ നൽകണം. ആദ്യം കുടുംബനാഥന്റെ വിവരങ്ങൾ പൂരിപ്പിക്കുക. ആധാറിലുള്ളത് പോലെയുള്ള പേര്, ആധാർ നമ്പർ, ലഭ്യമാണെങ്കിൽ മാത്രം തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡ് നമ്പർ, ജെൻഡർ, സോഷ്യൽ കാറ്റഗറി, വയസ്സ്, വൈവാഹിക നില, അടുത്ത ബന്ധുവിന്റെ പേര്, മൊബൈൽ നമ്പർ, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, കുടുംബാംഗങ്ങളുടെ ആകെ എണ്ണം, RPWD ആക്ട് 2016 പ്രകാരം എന്തെങ്കിലും അംഗപരിമിതി ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം രേഖപ്പെടുത്തുക. വാർഷിക കുടുംബ വരുമാനം എന്നിവ കൃത്യമായി പൂരിപ്പിക്കുക. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വിവരങ്ങൾ ചേർക്കണം. ഓരോ അംഗത്തിന്റെയും പേര്, ആധാർ നമ്പർ, ജെൻഡർ, കുടുംബനാഥനുമായുള്ള ബന്ധം, വയസ്സ്, വൈവാഹിക നില, മൊബൈൽ നമ്പർ, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, അംഗപരിമിതി എന്നിവ നൽകി ആഡ് മെമ്പർ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോ അംഗത്തെയും ചേർത്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചേർത്ത കുടുംബാംഗങ്ങളുടെ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് ഈ ഭവന പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താവ് ആരാണോ ആ വ്യക്തിയുടെ പേരിന് നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക. സ്ഥാപനത്തിന്റെ തരം, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പേര്, ബ്രാഞ്ചിന്റെ പേര് എന്നിവ തിരഞ്ഞെടുക്കുക. അക്കൗണ്ട് നമ്പർ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യുക. അതേ അക്കൗണ്ട് നമ്പർ അടുത്ത കോളത്തിൽ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് ഉറപ്പുവരുത്തുക. ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നൽകിയിട്ടുള്ളതുപോലെ ഗുണഭോക്താവിന്റെ പേര് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ നിലവിലെ താമസ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണുള്ളത്. വീടിന്റെ ഉടമസ്ഥാവകാശം, ചുമരിന്റെ നിർമ്മാണ വസ്തു, മേൽക്കൂരയുടെ നിർമ്മാണ വസ്തു, വീട്ടിലെ മുറികളുടെ എണ്ണം, ടോയ്ലറ്റിന്റെ സൗകര്യം, കുടുംബത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്, മോട്ടോർ ഘടിപ്പിച്ച മുച്ചക്ര 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായുണ്ടോ, യന്ത്രവൽകൃത കാർഷിക ഉപകരണങ്ങൾ, കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിന് കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഏതെങ്കിലും അംഗത്തിന് സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത കാർഷികേതര സംരംഭം ഉണ്ടോ, ഏതെങ്കിലും അംഗത്തിന് പ്രതിമാസം 15,000 രൂപയിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ടോ, ഏതെങ്കിലും അംഗം ആദായ നികുതി അടയ്ക്കുന്നുണ്ടോ, ഏതെങ്കിലും അംഗം പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നുണ്ടോ,
2.5 ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമി സ്വന്തമായുണ്ടോ, 5 ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമില്ലാത്ത ഭൂമി സ്വന്തമായുണ്ടോ, നിലവിൽ താമസിക്കുവാൻ അടച്ചുറപ്പുള്ള വീടില്ലാത്തവരാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക. ഇനി വരുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഈ ഭവന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മാത്രം യെസ് തിരഞ്ഞെടുക്കുക. മുൻപ് ഈ സ്കീം വഴി ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നോ തിരഞ്ഞെടുക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ നിലവിലുള്ള വീടിന്റെ അല്ലെങ്കിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ 3 ഫോട്ടോകൾ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം. ഫോട്ടോയുടെ ലൊക്കേഷൻ കൃത്യത 15 മീറ്ററിൽ താഴെയായിരിക്കണം എന്നത് വളരെ നിർബന്ധമാണ്. സ്ക്രീനിൽ കാണുന്ന ആക്യുറസി വാല്യൂ 15ൽ താഴെയാകുമ്പോൾ ഫോട്ടോ എടുക്കുക. 3 ഫോട്ടോകളും അപ്ലോഡ് ചെയ്ത ശേഷം ഏതെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ താഴെയുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്യുക. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ സർക്കാർ അംഗീകരിച്ച വിവിധ തരം വീടുകളുടെ മാതൃകകൾ കാണാം. KL01, KL02 എന്നിങ്ങനെ വിവിധ കോഡുകളിൽ ഇവ നൽകിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാതൃക തിരഞ്ഞെടുക്കുക. അതോടൊപ്പം ഗുണഭോക്താവിന് മേസൺ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം നൽകുക. ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ സർവേയുടെ ഒരു പൂർണ്ണ രൂപം കാണാം. എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ആവശ്യമെങ്കിൽ മുകളിൽ വലതുവശത്തുള്ള PDF ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രിവ്യൂ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാം ശരിയാണെങ്കിൽ താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. സർവേ വിജയകരമായി പൂർത്തിയാക്കി എന്ന സന്ദേശം സ്ക്രീനിൽ വരും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വീണ്ടും പ്രധാന മെനുവിലെത്തും. സർവേ പൂർത്തിയാക്കിയെങ്കിലും അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി അപ്ലോഡ് സേവ്ഡ് സർവേ ഡാറ്റ എന്ന പച്ച നിറത്തിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സർവേയുടെ സ്റ്റാറ്റസ് കാണാം. ആധാർ വെരിഫൈഡ് എന്ന പച്ച ടിക്ക് മാർക്കോടെ കാണിക്കുന്നുണ്ടാകും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തൊഴിലുറപ്പ് ജോബ് കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ വേരിഫിക്കേഷനും ഇവിടെ ആവശ്യമായി വന്നേക്കാം. ജോബ് കാർഡ് ലഭ്യമല്ലെങ്കിൽ സ്ക്രീനിൽ ജോബ് കാർഡ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജോബ് കാർഡ് ലഭ്യമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ വേരിഫിക്കേഷനുകളും പൂർത്തിയാക്കിയ ശേഷം ആധാർ നിർബന്ധമായും വേരിഫൈഡ് ആയിരിക്കണം. താഴെ പറയുന്ന അപ്ലോഡ് റെക്കോർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നിങ്ങളുടെ സർവേ വിവരങ്ങൾ വിജയകരമായി അപ്ലോഡ് ആകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.